സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ നമ്മുടെ സേഡി സിംഗിൻ്റെ ക്യാരക്ടർ അതിൽ ഒരു മെയിൻ റോൾ ചെയ്യുന്നുണ്ടെന്നപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമായിരുന്നു. അതായത് അത് ഏത് ക്യാരക്ടറാണ്, വില്ലൻ ക്യാരക്ടറാണോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് റോൾ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജീൻ ഗ്രേ ആണെന്ന്. ഇപ്പം ആ കാര്യം തന്നെ ഓൾമോസ്റ്റ് കൺഫേം ചെയ്യുന്ന പോലെ ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒരു ഫോട്ടോ ലീക്കായിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഹൾക്കിനെ കുറിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ ഇത് ഫ്യൂച്ചർ സീക്രട്ട് വാർസിൽ നടക്കാൻ പോകുന്നതായിരിക്കാം. ഒഫീഷ്യലായിട്ട് നമ്മുടെ മാർക്ക് റഫലോ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതെന്തൊക്കെയാണെന്നും ആ ലീക്ഡ് ഫോട്ടോ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബ്രാൻഡ് ന്യൂ ഡേയുടെ ട്രെയിലർ മാത്രമല്ല, ഇതിനു മുമ്പ് ഒരുപാട് ലീക്സ് വന്നിട്ടുണ്ട്. അതായത് മൊത്തം പടത്തിൻ്റെ പ്ലോട്ട് തന്നെ ലീക്കായെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരുപാട് റെഡിറ്റിലൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ ഒരു കാര്യമായിരുന്നു, അതായത് ഇതിൽ നമ്മുടെ സേഡി സിങ്ക് ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ ജീൻ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂട്ടറ്റ്, നമ്മൾ എക്സ്മെനിലൊക്കെ കണ്ടിട്ടുള്ള ആ ജീൻ ഗ്രേ എന്ന് പറഞ്ഞ ക്യാരക്ടറാണെന്നും പുള്ളിയുടെ പവേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കുറച്ച് ടൈം ആയിട്ടുള്ളൂ. ഒരു ഗൈഡൻസ് ഒന്നും ഇല്ലാതെ ആ പവേഴ്സ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാതെയുള്ള ജീൻ ഗ്രേനെ ഒരു ഗൈഡൻസ് പോലെ നമ്മുടെ പണിഷറാണ് കൊണ്ടുവരുന്നതെന്നും മാത്രമല്ല ജാക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒരു സൈക്കിക് കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വില്ലനാണ് ഇതിലെ മെയിൻ വില്ലൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ പ്ലോട്ട് ലീഗിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ ആ ലീക്കായിരിക്കുന്ന ഫോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സ്ക്രീനിൽ കാണാൻ പറ്റൂ. ഇതെന്തായാലും AI ആണ്. കാരണം ലീക്കായിരിക്കുന്നത് ലോ റെസൊല്യൂഷനിലുള്ള ഫോട്ടോ ആണ്. അത് AIയിൽ വെച്ച് എൻഹാൻസ് ചെയ്തിട്ടുള്ള ഫോട്ടോസാണ് ഇപ്പോൾ ലീക്കായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അലക്സ് പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റബിൾ ഇൻസൈഡറാണ് ഈ സാമാനം ലീക്ക് ചെയ്തിട്ടുള്ളതും. ഇങ്ങനെ പോകാനുള്ള പടം മൊത്തം തന്നെ ഇവന്മാർ ലീക്ക് ചെയ്യും. ഇതിൽ ഈ സേഡി സിംഗിൻ്റെ ലുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ DODC ഓൾറെഡി മ്യൂട്ടൻസിനെ ഹണ്ട് ചെയ്യുന്നത് നമ്മുടെ ഡെയർഡെവിൽ ലെവലിൽ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും ഇതിൽ ജീൻ ഗ്രേ മ്യൂട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് DODC ആ ജീൻ ഗ്രേനെയും ഹണ്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് നമ്മുടെ പണിഷർ കൊണ്ടുപോകുന്ന പോലെ ഒരു ഗൈഡൻസ് പോലെ, ഒരു ഗോഡ് ഫാദർ പോലെ മെൻഡറായിട്ടോ ആയിരിക്കും ചിലപ്പോൾ പണിഷർ ജീൻ ഗ്രേക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ സാമാനൊക്കെ ലീക്ക് ചെയ്തിട്ടുള്ള ആ ഇൻസൈഡറിനെ പറഞ്ഞിട്ടുള്ളതാണ് ജീൻ ഗ്രേ ആണ് 100% സേഡി സിങ്ക് ചെയ്യാൻ പോണ ക്യാരക്ടറൊന്നും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിന് മുമ്പും ലീക്കായ ആ പ്ലോട്ടിലേക്ക് അപ്പോൾ 100% സത്യമാവണമെന്ന് ഇപ്പോൾ ഒരു ഡൗട്ട്. കാരണം ഓൾറെഡി എന്തായാലും ജീൻ ഗ്രേ ഇതിൽ വില്ലൻ റോളല്ല വരാൻ വേണ്ടി പോകുന്നത്. അടുത്ത സാഗ സീക്രട്ട് വാർസിന് ശേഷം മ്യൂട്ടൻ സാഗ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. സോ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും ചിലപ്പോൾ ഇതിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ തുടക്കത്തിലെ ഒരു മ്യൂട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് സീക്രട്ട് വാർസിന് ശേഷം മ്യൂട്ടൻ സാഗ കുറച്ചുകൂടി നന്നായിരിക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും യങ് ഏജിലുള്ള നമ്മുടെ ജീൻ ഗ്രേനെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ. ഇപ്പോൾ ഈ ലീക്കായിരിക്കുന്ന ഈ ഇമേജിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മുടെ ഒരു ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ജീൻ ഗ്രേനെ എങ്ങോട്ട് രക്ഷപ്പെടുത്തിയോ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെയാണ് നമ്മുടെ പണിഷർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ജീൻ ഗ്രേ ഉള്ള സ്ഥലം മനസ്സിലാക്കിയിട്ട് DODCയോ വില്ലന്മാരോ ജീൻ ഗ്രേനെ പിടിക്കാൻ വന്ന അവിടുന്ന് ചിലപ്പോൾ പണിഷർ പുള്ളിക്കാരത്തിനെ കൊണ്ടുപോകുന്നതായിരിക്കാം. പിന്നെ ഈ ലീക്കായ ഫോട്ടോ കണ്ടിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് AI ആണെന്ന്. ശരിയാണ്, ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോസൊക്കെ AI ആണ്. കാരണം ഒറിജിനലി ലീക്കായിരിക്കുന്ന ഫോട്ടോ ഇത്രയ്ക്ക് റെസൊല്യൂഷനും കളറും ഒന്നുമുള്ള പരിപാടിയൊന്നുമല്ല. അത് AIയിൽ വെച്ച് എൻഹാൻസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. സോ എന്തായാലും ഈ ഒരു സാധനം 100% ആ പടത്തിലുള്ളതാണെന്നാണ് കൺഫേം ചെയ്തിരിക്കുന്നത് ഇൻസൈഡേഴ്സ്. ഇനി ഈ ലീക്കൊക്കെ എന്തിനു വിശ്വസിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് സ്പൈഡർമാൻ നോ വേ ഹോം ഇറങ്ങുന്നതിന് മുമ്പ് ചില ആൾക്കാരുടെ പിക്കൊക്കെ ഇങ്ങനെ സ്പൈഡർമാൻ സ്കൂട്ടിലിട്ട് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അന്ന് AI ഇത്രയും പോപ്പുലർ അല്ലായിരുന്നു. ഇപ്പോഴാണ് ഈ ഒരു 1-2 വർഷമായിട്ടാണ് ഇപ്പോൾ AI ഇത്രയും എൻഹാൻസ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് അത് ഡീപ്പ് ഫേക്കിംഗ് ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ AI എന്ന് പറയാമല്ലോ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ ഒരു ഹെൽപ്പിംഗ് ഒരു സെക്കൻഡ് ഹീറോ റോൾ പോലെ ആയിരിക്കും ജീൻ ഗ്രേ ഈ പടത്തിൽ ആക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മുടെ ഹൾക്കായിട്ട് അഭിനയിച്ചിരിക്കുന്ന മാർക്ക് റഫലോ പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അതായത് ഹൾക്ക് ഡെഫിനറ്റായിട്ട് ഒരു ഏലിയനെ ഫൈറ്റ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. പുള്ളി അങ്ങനെ ചുമ്മാതെ അത് പറയേണ്ട കാര്യമില്ല. എന്തായാലും സാവജ് ഹൾക്ക് റേജ്ഫുൾ ആയിട്ടുള്ള ഹൾക്ക് ഈ ബ്രാൻഡ് ന്യൂ ഡേയിൽ വരുന്നുള്ളത് ഓൾറെഡി കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്, മർച്ചൻഡൈസും ടോയ്സും ഒക്കെ മൂലം തന്നെ. ഇനി അത് ബ്രാൻഡ് ന്യൂ ഡേയിലായിരിക്കോ, ഡൂംസ് ഡേയിലായിരിക്കോ, സീക്രട്ട് വാർസിലായിരിക്കോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. മിക്കവാറും അത് സീക്രട്ട് വാർസിലാവാനാണ് ചാൻസ്. ഇനി അത് ഏത് ഏലിയനായിട്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് വെനം തന്നെ ആവാനാണ് ചാൻസ്. കാരണം ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ എൻഡിൽ നമ്മുടെ സ്പൈഡർമാൻ മരിക്കുന്ന പോലെയും പുള്ളിക്ക് അപ്പോൾ ഈ നമ്മുടെ വെനം യൂണിവേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള ആ വെനം വിട്ടിട്ട് പോയിട്ടുള്ള ആ അംശം പുള്ളിയുടെ അടുത്ത് ബോണ്ടാവുന്ന പോലെയാണ് ഈ പടം എൻഡ് ആവാൻ വേണ്ടി പോകുന്നതെന്നാണ് ഇപ്പോൾ പ്ലോട്ട് ലീക്കായിരിക്കുന്ന ആ എൻഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ അതിനുശേഷം പിന്നെ ഡൂംസ് ഡേയിലൊന്നും സ്പൈഡർമാൻ വരാൻ ചാൻസ് ഇല്ല. ടോം ഹോളണ്ട് സ്പൈഡർമാൻ വരാൻ ചാൻസ് ഇല്ല. അതിനുശേഷം സീക്രട്ട് വാർസിലായിരിക്കും ഡയറക്റ്റായിട്ട് നമ്മുടെ ടോം ഹോളണ്ട് സ്പൈഡർമാൻ വരുന്നത്, ചിലപ്പോൾ ആ വെനം സ്യൂട്ടും കൊണ്ട്. അങ്ങനെയുള്ള ആ വെനം സ്യൂട്ടിലുള്ള സ്പൈഡർമാനെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഹൾക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ടെക്നിക്കലിക്ക് നോക്കുമ്പോൾ ആ സീക്രട്ട് വാർസിൽ വേറെ ഏലിയൻസ് ഒന്നും വരാനില്ല. കാരണം ഡോക്ടർ ഡൂമാണ് മെയിനായിട്ടുള്ള വില്ലൻ. പുള്ളി ഏലിയൻ ഒന്നല്ല, പുള്ളി മൾട്ടിവേഴ്സിൽ വേറൊരു യൂണിവേഴ്സിലുള്ള വേറൊരു വില്ലൻ, ഒരു മനുഷ്യൻ ക്യാരക്ടറാണ്. ഇനിയിപ്പോൾ ഹൾക്ക് ഡൂമിനെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും പുള്ളിക്ക്
അതൊരു ഏലിയനെ ഫൈറ്റ് ചെയ്യുമെന്ന് പറയുന്ന കാര്യമില്ല. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഏലിയനായിട്ട് ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു ക്യാരക്ടർ മിക്കവാറും നമ്മുടെ വെനം തന്നെയായിരിക്കും. സോ എന്തൊക്കെയാണെങ്കിലും ഈ ലീക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.